കടമുറി ഒഴിഞ്ഞുകൊടുക്കാത്തതിനെ തുടർന്നുള്ള തർക്കത്തിനിടെ യുവതിയെയും ബന്ധുക്കളെയും CPM DYFI പ്രവർത്തകർ ആക്രമിച്ചതായി ആക്ഷേപം. പത്തനംതിട്ട അടൂർ തെങ്ങമത്തുണ്ടായ സംഭവത്തിൽ യുവതി അടക്കം 3 പേർ ചികിത്സ തേടി. അതേസമയം വാടക കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന 1.5 ലക്ഷത്തോളം രൂപ കാണാനില്ലെന്ന് DYFI പ്രാദേശിക നേതൃത്വം ആരോപിച്ചു. അഗ്രികൾച്ചർ ഫാമേഴ്സ് സൊസൈറ്റി പ്രവർത്തിച്ച മുറിയെ ചൊല്ലിയാണ് തർക്കം. DYFI പ്രാദേശിക നേതൃത്വം വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൽ സമീപകാലത്ത് പ്രവർത്തനം ഇല്ലായിരുന്നുവത്രേ. വാടക മുടങ്ങിയതോടെ ഒഴിയണമെന്ന് കടയുടമ രവി സംഘടനാ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് വാടകയുമില്ല ഒഴിയുകയുമില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു. ഒടുവിൽ രവിയും മകളും ഭർത്താവും ചേർന്ന് കടമുറി തുറന്നു. ഇതറിഞ്ഞ CPM DYFI പ്രവർത്തകർ സംഘടിച്ചെത്തി. തർക്കം കയ്യാങ്കളിയിൽ കലാശിച്ചു. ഉടമസ്ഥലുള്ള കട തുറന്ന് ഇന്റർനെറ്റ് കണക്ഷൻ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു കൂട്ടം CPMകാർ കുറച്ച് ചുറ്റികയും അത് ഇതൊക്കെ ആയിട്ട് കടയിൽ അതിക്രമിച്ച് കയറി എന്നോട് പുറത്തിറങ്ങാൻ പറയുകയും ഞാനില്ല ഇതെൻ്റെ കടയാണെന്ന് പറഞ്ഞു. എന്നെ അവർ നിർബന്ധിച്ച് പിടിച്ച് വലിച്ച് അപ്പുണ്ണിയും പിന്നെ ശ്യാമും കൂടെ അവിടെ പൊട്ടിക്കിടന്ന ഗ്ലാസ് മുറി ചില്ലെടുത്ത് എൻ്റെ കയ്യിൽ കുത്തി അപ്പുണ്ണി. അതിനുശേഷം അത് തടയാൻ വന്ന എൻ്റെ അമ്മയച്ഛൻ്റെ മുട്ടിലെ ചുറ്റിയ കൊണ്ടടിച്ച് പൊട്ടിച്ച്. അനിതയെ കൂടാതെ ഭർത്താവ് രതീഷ്, പിതാവ് രവി എന്നിവർക്കും പരിക്കേറ്റു. എന്നാൽ വാടക കെട്ടിടത്തിൽ ഉടമ അനധികൃതമായി പ്രവേശിച്ചുവെന്ന് DYFI പ്രാദേശിക നേതൃത്വം ആരോപിച്ചു. പൂട്ട് തല്ലിപ്പൊളിച്ചു, ഉള്ളിൽ സൂക്ഷിച്ച 1.72 ലക്ഷം രൂപ, രേഖകൾ, ഫർണിച്ചറുകൾ എന്നിവ ഉടമ കടത്തിക്കൊണ്ടുപോയെന്നും നേതൃത്വം ആരോപിച്ചു. ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.